നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗൗതമിനോടുള്ള സ്നേഹം കൊണ്ട് നിധിയെ സങ്കടപ്പെടുത്തുന്നത് എങ്ങനെ കണ്ടു നിൽക്കും ഗോപിയേട്ട? അവൻ അവളെ കല്യാണം കഴിച്ചതല്ലേ, അവരൊരുമിച്ച് ജീവിക്കണ്ടേ? അവർക്കിടയിൽ ബസ് തടസ്സം നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും അവരൊരു മുറിയിൽ കിടക്കാൻ പോലും തയ്യാറാവാത്തത് അറിയോ? ഗൗതമിന്റെ ജീവിതം നശിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ വയറ്റിൽ പിറന്നില്ലെന്നേ ഉള്ളൂ. പ്രണവിനേക്കാളും യാമിനേക്കാളും ഞാൻ സ്നേഹിക്കുന്നത് അവനെയാ. ഞാനും അങ്ങനെ തന്നെയാണ്. എന്നെ ആദ്യം അച്ഛാന്ന് വിളിച്ചത് അവനാ. ഗൗതമിന്റെ പേരിനൊപ്പം എന്റെ പേരും ചേർന്ന് ഗൗതം ഗോപിനാഥ് ആയപ്പോഴാ ഏറ്റവും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ നമുക്ക് സ്വന്തമായത്. നിങ്ങൾക്കൊക്കെ വലുത് അവൻ വഴി കിട്ടിയ നേട്ടങ്ങളാ. എനിക്കങ്ങനെയല്ല. എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല ഞാൻ അവനെ സ്നേഹിച്ചത്. അവനെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും സത്യം അതെല്ലാം നമുക്ക് രണ്ടുപേർക്കും അറിയാം. വസു പറഞ്ഞതുപോലെ ഗൗതം നമ്മുടെ സ്വന്തം അല്ല എന്ന് കരുതി ഞാൻ അവനെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കണോ? വിട്ടുകൊടുക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. വസുവിനെ നമ്മൾ ധിക്കരിക്കാൻ പാടില്ല. നമ്മളോടുള്ള ദേഷ്യം കൊണ്ട് വസു ആ രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും ഗൗതം നമ്മളോടൊപ്പം ഉണ്ടാവില്ല. നമ്മളെ ഉപേക്ഷിച്ച് അവൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. വസുവിന്റെ കൂടെ കൊമ്പ് കോർക്കാൻ പോകരുത്. ഗൗതമിന്റെ ജന്മരഹസ്യം അവൻ അറിയാതിരിക്കേണ്ടത് ഇനി നമ്മുടെ ഉത്തരവാദിത്വമാ, നമ്മളുടേത് മാത്രം. എൻ്റെ കൂടെ ഇന്നലെ രാത്രി മുഴുവൻ ഗൗതം സാർ ഉറക്കം കളഞ്ഞതാ. എനിക്ക് റെസ്റ്റ് എടുക്കാൻ ഇപ്പം സമയമുണ്ട്. പക്ഷെ സാറിന് പാവം പകല് മുഴുവനൊന്ന് വിശ്രമിക്കാൻ പോലും പറ്റാത്ത വിധം ജോലി തിരക്കാവും. ഇതൊക്കെ അറിഞ്ഞിട്ടും സാറിനോട് വഴക്കിട്ട നിനക്ക് മനസാക്ഷി എന്നൊന്നുണ്ടോ? നീ ഒരു യക്ഷിയ. തുടങ്ങിക്കോ. എന്ത് ചീത്തവിളി? എനിക്കതല്ലേ വിധിച്ചിട്ടുള്ളൂ. ഓ, ഇയാള് പിന്നെ എന്നെ വഴക്ക് പറയാറേയില്ലല്ലോ. എന്നെ ഓരോന്ന് പറഞ്ഞു കുത്തുമ്പോഴല്ലേ ഞാൻ തിരിച്ചു വല്ലതും പറയുന്നത്. ആ, സമ്മതിച്ച്. എങ്കിൽ പിന്നെ ഞാൻ ആദ്യം കുത്താം, നീ ചീത്ത വിളിക്ക്. അതെ, ഞാൻ വഴക്കുണ്ടാക്കാൻ വിളിച്ചതല്ല. പിന്നെ സാർ ഇപ്പൊ ഓഫീസിലെത്തിയോ? ഇല്ല, ആന്റിക്ക് കഞ്ഞി കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അയ്യോ, അപ്പൊ ഡ്രൈവിംഗിലാണോ? എങ്കിൽ ഫോൺ ഉപയോഗിക്കണ്ട. സാരമില്ലോട്, താൻ വിളിച്ച കാര്യം പറ. അയ്യോ, അത് വേണ്ട. ഡ്രൈവ് ചെയ്യുമ്പോ സംസാരിക്കുന്നത് ഡേഞ്ചറാ. ഞാൻ പിന്നെ വിളിക്കാം. അത് വേണ്ട, ഞാൻ കാർ ഒതുക്കാം. നിർത്തി, ഇനി പറഞ്ഞു. ശരിക്കും നിർത്തിയോ അതോ എന്നെ കളിപ്പിക്കാൻ വേണ്ടി നിർത്തിയെന്ന് പറയുന്നതാണോ? അല്ലടോ, നിർത്തി. മദർ പ്രോമിസ്. ആ വിളിച്ച കാര്യം പറ. ഞാൻ രാവിലെ എന്റെ സങ്കടങ്ങൾ പറഞ്ഞ് സാറിനെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ സാറും ഉറക്കം ഒളച്ചതല്ലേന്ന് ഞാൻ മറന്നുപോയി. ചില നേരത്ത് ഞാൻ ഇങ്ങനെയാ, എന്റെ കാര്യം മാത്രമേ ആലോചിക്കൂ. അതൊന്നും സാരമില്ലടോ. തന്റെ സങ്കടങ്ങൾ താൻ എന്നോടല്ലാതെ മറ്റാരോടാ പറയാ? താൻ ചില കാര്യം പറയുമ്പോൾ പെട്ടെന്ന് എനിക്കതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ദേഷ്യപ്പെടുന്നത്. അതില് എനിക്ക് ഫീൽ ചെയ്യരുത്. ഇല്ല, എന്റെ കയ്യിൽ നിന്ന് കുഴപ്പം വന്നാ സാർ എന്നെ വഴക്കു പറഞ്ഞു. വേണ്ടി വന്നാ സാർ എന്നെ ഒന്ന് തല്ലിക്കോ.
എനിക്ക് വിരോധമൊന്നുമില്ല. ഓ എന്റെ അമ്മോ, ഞാൻ തന്നെ ഒന്ന് തല്ലിയ ആ ദേഷ്യത്തിന് താൻ എന്നെ 10 തല്ലും. ആ കണ്ടോ കണ്ടോ കണ്ടോ, അപ്പൊ അത് തന്നെയായിരുന്നു ഉദ്ദേശം അല്ലേ? എന്നെ ഒന്നും ചെയ്യരുത് മാഡം, ഞാനൊരു പാവമാണേ. പോടാ. ഓടാന്നോ? ഒരു ഭാര്യ ഭർത്താവിനെ ഡാന്നോ? പോയി, കംപ്ലീറ്റ് പോയി. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി മൊത്തം കള്ളക്കാക്ക കൊണ്ടുപോയി. ആ, എന്റെ ഭാവശുദ്ധി മുഴുവൻ ഒരു കള്ളക്കാക്ക കൊണ്ടുപോകുന്നാ തോന്നുന്നേ. ആരാ കാക്ക? അവനെ ഞാൻ ഇന്ന് തന്നെ പിടിച്ച് റോസ്റ്റ് ചെയ്യും. എവിടെയവൻ? ആ കള്ളനിപ്പോ എന്നോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞു പറഞ്ഞ് ഞാൻ ഇപ്പൊ കള്ളനുമായി. ഒരു കല്യാണം കഴിച്ച എന്റെ ബന്ധപ്പാടേ ഭീകരം തന്നെ. വെറുതെ ഒന്നും അല്ലല്ലോ, ഒരു 916 ഭാഗ്യജാതകമല്ലേ ഒത്തു കിട്ടിയത്. അതെ, ഇങ്ങനെ സംസാരിച്ചിരുന്ന നമ്മൾ ഈ ലോകാവസാനം വരെ സംസാരിച്ചോണ്ടിരിക്കും. സാറിന് ജോലി തിരക്കുള്ളതല്ലേ? ഓ അത് ശരിയാ, ഷുഗർ ക്രഷിനിട അത് ഞാൻ മറന്നു. ആഹാ, ശരി, ഞാൻ ഓഫീസിൽ ചെന്നിട്ട് വിളിക്കാം. ശരി. ആ അല്ലെങ്കിൽ വേണ്ട, എനിക്ക് നല്ല ക്ഷീണം കാണും, നന്നായിട്ടൊന്ന് ഉറങ്ങാം. എഴുന്നേറ്റിട്ട് താൻ എന്നെ വിളിച്ചാ മതി. ക്ഷീണം എനിക്ക് മാത്രമല്ല, സാറും ഇന്നലെ ഉറങ്ങിയില്ല. സാർ ഉറങ്ങാത്തത് കൊണ്ട് ഞാനും പകൽ ഉറങ്ങുന്നില്ല. എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോളാം. ഓക്കെ, എന്നാ നമുക്ക് രാത്രി വഴക്കിട്ടിട്ട് ഒരുമിച്ച് ഉറങ്ങാം. ഒരുമിച്ചോ? എന്ന് വെച്ചാ സോഫയിലും കട്ടിലുമായിട്ട്. ശരി, ഞാൻ ഫോൺ കെട്ടിയാട്ടോ. ശരി, സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം. മയക്കം തോന്നിയ കാർ സ്റ്റോപ്പ് ചെയ്യണം. എന്റെ നിധി, ഞാൻ കാർ ഓടിക്കുന്നത് ഉഗാണ്ടയിലേക്കൊന്നുമല്ല. 5 മിനിറ്റ് കൊണ്ട് ഓഫീസിലെത്തും. അതിനിടയിൽ ഉറക്കമൊന്നും വരില്ല. അതിന് മയക്കം വരുന്നത് സാറിനോട് അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ. ശരി ശരി, ഞാൻ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്തോളാം. കള്ളൻ രാത്രി ഒരുമിച്ചുറങ്ങാന്ന് വെറുതെ എന്നെ പരീക്ഷിക്കാൻ ഇട്ടു നോക്കുക. എന്റെ മനസ്സറിയാനുള്ള പ്ലാനാണ്. ഒരുമിച്ചുറങ്ങാന്ന് അറിയാതെ നാവിന്ന് വീണുപോയി. നിധി എന്ത് കരുതി കാണുമെന്തോ. സാറ് അങ്ങനൊന്നും വിചാരിച്ച് പറഞ്ഞതാവില്ല. ഇനിയിപ്പോ അങ്ങനെ വിചാരിച്ചാൽ തന്നെ എന്താ കുഴപ്പം? ഞങ്ങൾ ഭാര്യയും ഭർത്താവൂല്ലേ? പിന്നല്ല. ഞാനും അമ്മാവനും പോയി ആഹാരം കഴിച്ചിട്ട് വരാം. ഞങ്ങൾ വന്നിട്ട് ഏട്ടൻ വീട്ടിൽ പോയിക്കോളൂ. ഏയ്, ഞാനിവിടെ നിന്നോളാം. നിങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു. അത് ശരിയാവില്ല മോനെ. ഇന്നലെ നിധിയും മോനും ഇവിടെ തന്നെയായിരുന്നു. ഇന്നും കൂടി ഉറക്കുളച്ച ശരിയാവില്ല. ഇന്ന് ഞാനും ഇവന് വിട്ടിരുന്നോളാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നാ എങ്ങനെയാ? വീട്ടിലെ ഇടയ്ക്ക് തനിച്ചല്ലേ ഉള്ളൂ, അവിടെ ആരെങ്കിലും വേണ്ടേ? അതിന് രേണു അവിടെ ഇല്ലല്ലോ. നിനക്ക് കുറച്ച് പൊടിയരിക്കഞ്ഞി വെക്കണമെന്ന് പറഞ്ഞപ്പോ തന്നെ അവൾ അവളുടെ സുമതി കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി.